ഞാൻ ആദ്യം തന്നെ ഇതൊന്ന് ഈ ഷവൽ കയ്യിലോട്ട് എടുത്തിട്ട് നൈറ്റ് ആവറയോ എന്നാൽ പിന്നെ നൈറ്റായിട്ട് എന്നെ കിടന്നുറങ്ങിട്ടിയ. അതിന് മുമ്പായിട്ട് ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ഒരു ഔട്ട്ലൈൻ വരച്ചേക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ടെറാഫോം ചെയ്യാം. അതായിരിക്കും നല്ല. ഈ ഒരു മെസ്സേജൊക്കെ എടുത്ത് മാറ്റടേ. ആരുടെ ഈ മെസ്സേജ് ഇടുന്ന ഈ സമയത്ത്? ഓക്കെ 1 2 3 4. ഓക്കെ 4 സെറ്റ്. ഇവിടെ നിന്ന് ഇച്ചിരി കൂടി നമുക്കെടുത്ത് ഇങ്ങനെ വെക്കണം ഗൈസ്. ഇങ്ങനെ നമ്മൾ വെക്കണം. ഇനി സൗണ്ട് ചെറുതായിട്ട് ലോ ആയി പോകുന്നുണ്ട്, കുഴപ്പമില്ല. ഇവിടെ വന്നിട്ട് നമ്മൾക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യണം. ഓക്കെ നൈറ്റ് അവറേ കിടക്കാം. ഇനി ഇല്ലെങ്കിൽ നമുക്ക് പണിയാണ് ഗൈസ്. ക്രീപ്പർ എല്ലാം എണ്ണം ഉണ്ട്, അവിടെ വന്ന് പൊട്ടിത്തെറിക്കും, സീനാണ്, നിങ്ങൾക്കറിയായിരിക്കും. സോ ഇതാണ് അവിടെ ഒരു ഔട്ട്ലൈൻ ഞാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇരുന്ന് നല്ലതായാൽ മതിയായിരുന്നു. ഓക്കെ ഇപ്പോൾ സ്ലീപ്പായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. സോസല്ല ഒന്നുമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് കുറച്ച് ക്ലീൻ ചെയ്യാം ഗൈസ്. ഇവിടെ നിന്ന് എന്തോരം ക്ലീൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. അത്യാവശ്യം ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഇവിടെ ബിൽഡ് ചെയ്യാം ഗൈസ്. ഇവിടെ ഒരു പന്നിക്കുട്ടനൊക്കെ നിൽക്കുന്നുണ്ട് ഗൈസ്. നമ്മുടെ അന്നമാണ് മൈൻക്രാഫ്റ്റിലത്തെ. പക്ഷേ എനിക്കെന്തോ ഇപ്പം ഞാനൊന്നും ചെയ്യുന്നില്ല. എല്ലാം ബ്രെഡിൽ തന്നെ ഒതുക്കുക, ഇല്ലെങ്കിൽ ശരിയാവില്ല. നമുക്കിപ്പോൾ ഞാൻ വെജിറ്റേറിയൻ ആണെന്ന് ആരും വിചാരിക്കരുത്, സോറി. ആൻഡ് ഇവിടെ എന്തോ ഡെർട്ട് മാറ്റിയതാണ് ഗൈസ്. പിന്നെ നമുക്കിനി ബാക്കി ചെയ്ത് ടെറാഫോം ചെയ്യാം. സെൻറ്റിൽ കുറച്ച് വീറ്റ് ബാക്കിയിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ശരിക്കും ബ്രെഡ് തന്നെ നോണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഈ ആടിനെയും പട്ടീനെയും പൂച്ചേനെയും കുരങ്ങനെയൊക്കെ പിടിച്ച് ഒന്നുമില്ല ഇവരെയൊക്കെ പിടിച്ച് നമുക്ക് വെട്ടി തിന്നാന്നുള്ളൂ ഗൈസ്. ഞാനിവിടെ എനിക്ക് ഇവരെയൊന്നും ആവശ്യമുള്ള സമയത്ത് ഇവർ നല്ലപോലെ ഇവിടെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്ത് ഇവരെയൊന്നും കാണൂല കേട്ടോ. അത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഞാൻ എപ്പോഴെങ്കിലും ഷീപ്പ് മൈനിങ്